ഹായ് ഓൾ, വെൽക്കം ബാക്ക്. സ്റ്റഡി കോണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് മീഡിയം ബയോളജിയിലെ 5th ചാപ്റ്റർ ഇമ്മ്യൂണിറ്റി ആൻഡ് ഹെൽത്ത് കെയർ എന്ന ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നേരെ പാഠഭാഗത്തേക്ക് നീങ്ങാം. അതിനു മുന്നേ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മുടെ ഒരു റിവിഷൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പെയ്ഡ് ബാച്ചാണ്, വളരെ ചെറിയ ഫീസ് മാത്രമേ ഈടാക്കുന്നുള്ളൂ. താല്പര്യമുള്ളവർക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് പോകാം. ഇമ്മ്യൂണിറ്റി ആൻഡ് ഹെൽത്ത് കെയർ. വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. മക്കളെ, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇമ്മ്യൂണിറ്റി ആൻഡ് ഹെൽത്ത് കെയർ ചാപ്റ്റർ തുടങ്ങുന്ന തന്നെ ഒരു ചെറിയ ഡയറി പോലുള്ള ഒരു ചെറിയ ഭാഗത്ത് നിന്നാണ്. നിങ്ങളൊന്ന് വായിച്ച് വിട്ടാൽ മതി. നമുക്ക് ആവശ്യമുള്ള പോയിന്റ്സ് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ്. നോക്കിക്കോളൂ. ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് വൺ, ഹെൽത്ത്. ഹെൽത്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കംപ്ലീറ്റ് സ്റ്റേറ്റ് ഓഫ് ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ്. ഹെൽത്ത് എന്താണ്? ഒരു കംപ്ലീറ്റ് സ്റ്റേറ്റ് ഓഫ് ഫിസിക്കലി, മെൻ്റലി ആൻഡ് സോഷ്യലി വെൽബീയിങ് കണ്ടീഷനെയാണ് ഹെൽത്ത് എന്ന് പറയുന്നത്. It means not merely the absence of disease or infirmity. ഇത് ശരിക്കും ഒരു ഡിസീസ് ഇല്ലാത്ത അവസ്ഥയെ മാത്രമല്ല ഹെൽത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫുള്ളായിട്ടും ഒരു ഫിസിക്കലി, മെൻ്റലി ആൻഡ് സോഷ്യൽ വെൽബീയിങ് കണ്ടീഷനാണ് ഹെൽത്ത്. ഓക്കെ, നമ്മുടെ WHO പറഞ്ഞ ഡെഫിനിഷനാണിത്. നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞ ഡെഫിനിഷനാണ് ഹെൽത്ത് ഈസ് എ കംപ്ലീറ്റ് സ്റ്റേറ്റ് ഓഫ് ഫിസിക്കലി, മെൻ്റലി ആൻഡ് സോഷ്യലി വെൽബീയിങ് സിറ്റുവേഷൻ. ഓക്കെ, അതൊന്ന് ഓർത്ത് വച്ചേക്കുക. അപ്പാർട്ട് ഫ്രം ഡ്രഗ്സ്, നമ്മുടെ ആദ്യത്തെ ഈ ഡയറി കുറിപ്പിൽ പറയുന്നത് ഡ്രഗ്സിൻ്റെ ഇമ്പാക്റ്റിനെ കുറിച്ചിട്ടാണ് ആ ഡയറിയിൽ പറയുന്നത്. നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ സോഷ്യലി, നമ്മുടെ ഹെൽത്ത് വൈസ് ഒരുപാട് പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒന്നാണ് ഡ്രഗ് അബ്യൂസ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സബ്സ്റ്റൻസ് അബ്യൂസിനെതിരെ നമ്മൾ ബോധവാന്മാരായിരിക്കണം. ഡ്രഗ്, ആൽക്കഹോൾ, സ്മോക്കിംഗ്, ഇതൊക്കെ നമുക്ക് സേ നോ ടു ദീസ് തിങ്സ്. ഇതിനോടൊക്കെ നിങ്ങൾ നോ പറയുക. അവർ ആൻസർ ഷുഡ് ബി എ ബിഗ് നോ. ഓക്കെ, ഇത്തരത്തിലുള്ള സബ്സ്റ്റൻസിനോടുള്ള നമ്മുടെ ആൻസർ അല്ലെങ്കിൽ നമ്മൾ അതിനോടുള്ള നമ്മുടെ പെരുമാറ്റം എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി എ ബിഗ് നോ. ഓക്കെ, ഓർത്ത് വെച്ചോളൂ. അപ്പാർട്ട് ഫ്രം ഡ്രഗ്സ്, ലിസ്റ്റ് ദ അതർ ഫാക്ടേഴ്സ് ദാറ്റ് അഡ്വേഴ്സ്ലി എഫക്റ്റ് അവർ ഹെൽത്ത്. നമ്മുടെ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അതിലൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഡ്രഗ്സ്. ബാക്കിയുള്ളത് എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. പാത്തജൻസ് വരും, മാൽന്യൂട്രീഷൻ, ഓവർ ന്യൂട്രീഷൻ, സ്ലീപ്ലെസ്നെസ്, മെൻ്റൽ പ്രഷർ, പാത്തജൻസ് എക്സെട്രാ വിൽ അഫക്റ്റ് അവർ ഇമ്മ്യൂൺ സിസ്റ്റം. നമ്മുടെ ബോഡിയെ, നമ്മുടെ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങളാണ് പാത്തജൻസും, മാൽന്യൂട്രീഷനും, ഓവർ ന്യൂട്രീഷനും, സ്ലീപ്ലെസ്നെസ്സും, മെൻ്റൽ പ്രഷറും ഒക്കെ. ഇതൊക്കെ നമ്മുടെ ബോഡിയെ വളരെയധികം നെഗറ്റീവായിട്ട് ബാധിക്കും. ഈ ഭാഗത്തൊന്നും അധികം ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കേണ്ട, എങ്കിലും നമ്മളിതൊന്ന് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, ഇനി നെക്സ്റ്റ്, എനി ചേഞ്ച് ഇൻ ദ ഹോമിയോസ്റ്റാസിസ് ഓഫ് ദ ബോഡി ഡ്യൂ ടു ദീസ് ഫാക്ടേഴ്സ് ഇസ് കോൾഡ് ഡിസീസ്. നമ്മുടെ ബോഡിയുടെ ഹോമിയോസ്റ്റാസിസിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടാകുന്നു, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡിസീസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, പാത്തജൻസ് അറൗണ്ട് അസ് കോസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിസീസ്. നിങ്ങൾക്കറിയാം പല ടൈപ്പ് പാത്തജൻസ് ഉണ്ട്, അവ നമുക്ക് പല ടൈപ്പ് ഡിസീസും ഉണ്ടാക്കുന്നുണ്ട്. ദേ എൻറ്റർ അവർ ബോഡി ഇൻ മെനി വേസ്. ഇത് നമ്മുടെ ബോഡിയിലേക്ക് പല രീതിയിലാണ് പാത്തജൻസ് എൻ്റർ ചെയ്യുന്നത്. ത്രൂ എയർ, ഡയറക്റ്റ് കോണ്ടാക്ട്, കണ്ടാമിനേറ്റഡ് സോഴ്സസ് ലൈക്ക് ഫുഡ് ആൻഡ് വാട്ടർ ഓർ സർഫേസസ്, ബ്ലഡ്, ബ്രോക്കൺ സ്കിൻ. അതായത് എയറിലൂടെയും കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടറിലൂടെയും ഫുഡിലൂടെയും ഡയറക്റ്റ്ലി ക്ലോസ് കോണ്ടാക്റ്റ് വഴിയും സർഫേസുകൾ വഴിയും ബ്ലഡ് വഴിയും ബ്രോക്കൺ സ്കിൻ അതായത് മുറിവുകൾ വഴിയും ഒക്കെ നമുക്ക് എന്ത് പകരും? ഡിസീസ് സ്പ്രെഡ് ചെയ്യും. മീൻസ് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് അസുഖങ്ങൾ എത്തും, അല്ലെങ്കിൽ പാത്തജൻസ് നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്യും. ഇത്രയും മനസ്സിലായോ? Anything including pathogens which enter the body in this way and cause diseases are called antigen. നമ്മുടെ ബോഡിയിലേക്ക് എത്തുന്ന, നമ്മുടെ ബോഡിയുടെ സ്വന്തമല്ലാത്തത് എന്തിനേയും we can call it as antigens. മനസ്സിലായോ? എനിത്തിങ് ഇൻക്ലൂഡിങ് പാത്തജൻസ് വിച്ച് എൻ്റർ ദ ബോഡി ഇൻ ദിസ് വേ ആൻഡ് കോസ് ഡിസീസസ് ആർ കോൾഡ് ആൻറ്റിജൻസ്. നമ്മുടെ ബോഡിയുടെ സ്വന്തമല്ലാത്തത് എന്തും, നമ്മുടെ ബോഡിക്ക് അസുഖം ഉണ്ടാക്കാൻ പറ്റുന്ന എന്തിനേയും നമുക്കെന്ത് വിളിക്കാം? ആൻറ്റിജൻ എന്ന് വിളിക്കാം.
എക്സാമ്പിൾസ്: പാത്തജൻസ്, പോളൻ ഗ്രെയിൻസ്, ഡസ്റ്റ്, സർട്ടൻ ഫുഡ് ഐറ്റംസ്, കെമിക്കൽസ്. ഇതൊക്കെ ആൻറ്റിജനുകൾക്ക് എക്സാമ്പിളാണ്. പഠിച്ചു വെക്കണേ. പാത്തജനുകൾ മാത്രമല്ല ആൻറ്റിജൻ. ചിലപ്പോൾ അങ്ങനെ ചോദ്യം വരാം. ഓക്കെ, ആൻറ്റിജൻസ് ആർ പാത്തോജൻസ്, ഓൾ ആൻറ്റിജൻസ് ആർ പാത്തോജൻസ്, ആർ യു എഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെൻറ്റ്? ഇങ്ങനെ ഒരു ചോദ്യം വരാൻ ചിലപ്പോൾ. ഓക്കെ, അതായത് ടെക്സ്റ്റ് ബുക്കിൻ്റെ ഓരോ ലൈനും മുക്കും മൂലയും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. എവിടുന്ന് വേണമെങ്കിലും ചോദ്യം വരാം. അപ്പോൾ എൻ്റെ മക്കളെ നന്നായിട്ട് പഠിച്ചെടുക്കണം. അപ്പോൾ പാത്തജൻസ്, പോളൻ ഗ്രെയിൻസ്, ഡസ്റ്റ്, സർട്ടൻ ഫുഡ് ഐറ്റംസ്, കെമിക്കൽസ്, ഇവയൊക്കെ എന്തിന് എക്സാമ്പിളാണ്? ആൻറ്റിജൻസിന് എക്സാമ്പിളാണ്. പഠിച്ചു വെക്കണം കേട്ടോ. ഇവയൊക്കെ എന്താണ്? ആൻറ്റിജൻസിന് എക്സാമ്പിളാണ്. ഇനി ഈ സാധനങ്ങൾ മറന്നു പോകരുതേ. ഈ സാധനങ്ങൾ ഇനി മറന്നു പോകരുത്. ഇനി ഇതാ ഇവിടെ ഒരു ചോദ്യം കൊടുത്തിട്ട്, ഒരു കുട്ടി ചിന്തിക്കുന്നതായിട്ട് കൊടുത്തിട്ട്, ഈവൻ ദോ വി ലിവ് ഇൻ ദ മിഡസ്റ്റ് ഓഫ് പാത്തജൻസ് മോസ്റ്റ് ഓഫ് ദ ടൈം വി വോണ്ട് സഫർ ഫ്രം ഡിസീസസ്. സംഭവം ഇത്രയേ ഉള്ളൂ. ഇത്രയും പാത്തജൻസിൻ്റെ ഇടയിൽ ജീവിച്ചിട്ടും പലപ്പോഴും നമുക്ക് അസുഖങ്ങളില്ല. അതിന് കാരണം എന്താണ്? ഓക്കെ, അതാണ് അതിൻ്റെ റീസൺ. അതാണ് നമുക്കിനി പഠിക്കാനുള്ളത്. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ഇമ്മ്യൂണിറ്റി ഈസ് ദ എബിലിറ്റി ഓഫ് ദ ബോഡി ടു പ്രിവെൻറ്റ് ദ എൻട്രി ഓഫ് പാത്തജൻസ് ആൻഡ് ടു ഡിസ്ട്രോയ് ദോസ് ദാറ്റ് ഹാവ് ഓൾറെഡി എൻറ്റേർഡ്. നമ്മുടെ ബോഡിക്ക് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു കപ്പാസിറ്റി ഉണ്ട്. ഈ ഇമ്മ്യൂണിറ്റി എന്തിനെ പ്രിവെൻറ്റ് ചെയ്യും? പാത്തജൻസിൻ്റെ എൻട്രി പ്രിവെൻറ്റ് ചെയ്യും. ഇനി അഥവാ പാത്തജൻസ് ഉള്ളിലേക്ക് വന്നിട്ടുണ്ടെങ്കിലോ അതിനെ കൊല്ലാൻ നമ്മളെ സഹായിക്കും. അതാണ് ഇമ്മ്യൂണിറ്റി. സോ ഇമ്മ്യൂണിറ്റി ഈസ് ദ എബിലിറ്റി ഓഫ് ദ ബോഡി ടു പ്രിവെൻറ്റ് ദ എൻട്രി ഓഫ് പാത്തജൻസ് ആൻഡ് ടു ഡിസ്ട്രോയ് ദോസ് ദാറ്റ് ഹാവ് ഓൾറെഡി എൻറ്റേർഡ്. ഓൾറെഡി എൻറ്റർ ചെയ്തിട്ടുള്ള പാത്തജൻസിനെ കൊല്ലുകയും ചെയ്യും. പാത്തജൻസിനെ മാക്സിമം ഉള്ളിലേക്ക് കടക്കാൻ വിടൂല. ഇതാണ് നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂണിറ്റി പവർ ചെയ്യുന്ന കാര്യം. സം ഓഫ് ദം ആർ ഇന്നേറ്റ് ആൻഡ് സം അതേഴ്സ് ആർ അക്വയർഡ്. ഇമ്മ്യൂണിറ്റിനെ പ്രധാനമായിട്ടും രണ്ട് കാറ്റഗറി ആക്കാം: ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയും acquired immunity. Immunity can be divided into two classification: innate immunity, acquired immunity. Innate immunity യും acquired immunity എന്ന രണ്ട് ടൈപ്പ് ഉണ്ട്. ഏത്? ഇമ്മ്യൂണിറ്റി. ഓരോന്നായിട്ട് നമുക്ക് പഠിക്കാം. ആദ്യമുള്ളത് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി. ഇത് ഇറ്റ്സ് ദ നാച്ചുറൽ ഇമ്മ്യൂൺ മെക്കാനിസം ദാറ്റ് എക്സിസ്റ്റ് ഇൻ ദ ബോഡി ബൈ ബർത്ത് ഇസ് കോൾഡ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി. മക്കളെ, നമുക്ക് ജന്മനാ കിട്ടിയ ഇമ്മ്യൂണിറ്റിയാണ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി. Innate immunity includes various mechanisms to prevent antigen from entering the body. These are generally called primary level immunity. അതായത് നമ്മുടെ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയിൽ പ്രധാനമായിട്ടും ആൻറ്റിജൻസിന് ഉള്ളിലേക്ക് കടന്നു വരാതിരിക്കാനുള്ള പ്രൊട്ടക്ഷനാണ് നമുക്ക് തരുന്നത്. ഈ ഇമ്മ്യൂണിറ്റിയെ കോമൺ ആയിട്ട് വിളിക്കുന്നത് പ്രൈമറി ലെവൽ ഇമ്മ്യൂണിറ്റി എന്നാണ്. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിനെ നമുക്ക് എന്ത് വിളിക്കാം? അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ശരിക്കും രണ്ട് ടൈപ്പ് ഉണ്ട്: പ്രൈമറി ലെവൽ ഇമ്മ്യൂണിറ്റിയും സെക്കൻഡറി ലെവൽ ഇമ്മ്യൂണിറ്റിയും. നമുക്ക് നോക്കാം, ഓരോന്നായിട്ട് പഠിക്കാം. നോക്കിക്കോളൂ, പ്രൈമറി ലെവൽ ഇമ്മ്യൂണിറ്റിയിൽ നമ്മുടെ ശരീരത്തിൻ്റെ നാനാഭാഗത്തും ബോഡിയിലേക്ക് വരുന്ന പാത്തജൻസിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് കുറേ പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് ഉണ്ട്. ഓരോന്നായിട്ട് നോക്കേ. വാക്സ് ഇൻ ദ ഇയർ, ചെവിക്കകത്തെ വാക്സ്. മ്യൂക്കസ് ആൻഡ് മ്യൂക്കസ് മെംബ്രെയിൻ, നിങ്ങളുടെ ശ്വാസകോശത്തിനകത്തും അതുപോലെ തന്നെ നിങ്ങളുടെ എന്താ പറയുക റെസ്പിറേറ്ററി ട്രാക്റ്റിലും കാണുന്ന മ്യൂക്കസും മ്യൂക്കസ് മെംബ്രെയിനും. സലൈവയിലുള്ള ലൈസോസൈം, ടിയേഴ്സിലുള്ള ലൈസോസൈം, ട്രക്കിയയിലുള്ള സീലിയ. ട്രക്കിയ എന്ന് പറയുന്നത് എയർ കടന്നു പോകുന്ന നമ്മുടെ വിൻഡ് പൈപ്പാണ് ട്രക്കിയ. ട്രക്കിയയിലുള്ള സീലിയ. അതുപോലെ സ്കിന്നിലുള്ള സ്വെറ്റും സെബവും. സ്റ്റൊമക്കിലുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡ്. അതുപോലെ തന്നെ ഡൈജസ്റ്റീവ് ട്രാക്റ്റിലും യൂറിനറി ട്രാക്റ്റിലുള്ള യൂസ്ഫുൾ ബാക്ടീരിയാസ്. അതേപോലെ നമ്മുടെ യൂറിനറി ട്രാക്റ്റിലുള്ള മ്യൂക്കസും മ്യൂക്കസ് മെംബ്രെയിനും. അതേപോലെ നമ്മുടെ ഇൻഡസ്റ്റൈനിലുള്ള മ്യൂക്കസും മ്യൂക്കസ് മെംബ്രെയിനും. ഇതൊക്കെ പ്രൈമറി ലെവൽ ഇമ്മ്യൂണിറ്റിയാണ്. നമുക്കൊന്ന് കോളം വരച്ചിട്ട് ഞാൻ ടീച്ചർ അപ്പുറം കൊടുത്തിട്ടുണ്ട്, നോക്കിക്കോളൂ. പാർട്ട് ഓഫ് ദ ബോഡിയും ഇമ്മ്യൂൺ മെക്കാനിസവും കൊടുത്തിട്ടുണ്ട്. ഇവയൊക്കെ പ്രൈമറി ഇമ്മ്യൂണിറ്റിയിൽ വരുന്നതാണ്. പഠിക്കണം, ഇത് മനസ്സിലാക്കിയാൽ മതി. പഠിക്കൊന്നും വേണ്ട, ബൈ ഹാർട്ട് പഠിക്കേണ്ട, ഇത് മനസ്സിലാക്കിയാൽ മതി. ഒരു തവണ നിങ്ങളിതൊന്ന് കൃത്യമായി പഠിച്ച് വെച്ചാൽ, ഒന്ന് കൃത്യമായി വായിച്ചാൽ നിങ്ങൾക്കിത് കിട്ടും. ഉറപ്പ്. നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ഇതായിരിക്കും കിട്ടൂല, ഉറപ്പാണ്. അപ്പോൾ നോക്കിക്കോ, പാർട്ട് ഓഫ് ദ ബോഡിയും ഇമ്മ്യൂൺ മെക്കാനിസവും. ഫസ്റ്റ് വൺ ഐ, കണ്ണ്. കണ്ണിനകത്ത് ലൈസോസൈം ഉണ്ട് ഇൻ ടിയേഴ്സ്. ലൈസോസൈമിന് എന്ത് ചെയ്യാൻ പറ്റും? രോഗാണുക്കളെ നശിപ്പിക്കാൻ പറ്റും. ഇറ്റ് ക്യാൻ കിൽ ജേംസ്. ഓക്കെ, അപ്പോൾ ലൈസോസൈമിന് എന്ത് ചെയ്യാൻ പറ്റും? രോഗാണുക്കളെ നശിപ്പിക്കാൻ പറ്റും. ഐയിൽ ലൈസോസൈം ഇൻ ടിയേഴ്സ്. ഇയറിലാണെങ്കിൽ ഇയർ വാക്സ്. മൗത്തിൽ വീണ്ടും സലൈവയിൽ ലൈസോസൈം.
എലിമെൻ്ററി കനാലിൽ മ്യൂക്കസ്, ട്രക്കിയയിൽ സീലിയയും മ്യൂക്കസും, സ്കിന്നിൽ സെറ്റും സെബവും, സ്റ്റൊമക്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഡൈജസ്റ്റീവ് ട്രാക്റ്റിലെ യൂസ്ഫുൾ ബാക്ടീരിയ, യൂറിനറി ട്രാക്റ്റിലെ യൂസ്ഫുൾ ബാക്ടീരിയാസും ലൈസോസൈമും, ഇൻഡസ്റ്റൈനിലെ മ്യൂക്കസ്, ഇവയൊക്കെ പ്രൈമറി ലെവൽ ഇമ്മ്യൂണിറ്റിയിൽ വരുന്നതാണ്. രോഗാണുക്കൾ ശരീരത്തിൻ്റെ പല ഭാഗത്തു കൂടി ഉള്ളിലേക്ക് കടക്കാൻ ശ്രമിക്കുമ്പോൾ അവയെ ചെറുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡിക്ക് സ്വന്തമായി ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയിൽ വരുന്ന ആൾക്കാരാണ് ഈ പറഞ്ഞവയൊക്കെ. ഇവയൊക്കെ പ്രൈമറി ലെവൽ ഇമ്മ്യൂണിറ്റിയാണ്. ഏത് രോഗാണു വന്നാലും, ബാക്ടീരിയ വന്നാലും, വൈറസ് വന്നാലും, ഫംഗസ് വന്നാലും ഇവയൊക്കെ എന്ത് ചെയ്യും? അതിനെ നശിപ്പിക്കാൻ ശ്രമിക്കും. എൻ്റെ മക്കൾക്ക് പോയിന്റ് കിട്ടിയില്ലേ? അപ്പോൾ ക്ലിയർ ആണല്ലോ. ഇനി നോക്കിക്കോ. നെക്സ്റ്റ്, പാത്തജൻസ് ഉള്ളിലേക്ക് കയറുന്നത് പ്രിവെൻറ്റ് ചെയ്യാനാണ് ഇപ്പം നമ്മൾ പഠിച്ച പ്രൈമറി ലെവൽ ഇമ്മ്യൂണിറ്റി. ഇനി എന്തെങ്കിലും കാരണവശാൽ ഉള്ളിലേക്ക് പാത്തജൻസ് കയറി, ഇഫ് ദ പാത്തജൻസ് bypass the primary level immunity and enter the body, the innate immune system that defends against them is called secondary level immunity. എന്തെങ്കിലും കാരണവശാൽ ഇത് ഉള്ളിലേക്ക് കയറി, രോഗാണുക്കൾ ഇപ്പോൾ ഉള്ളിലെത്തി. ഈ ഒരു സിറ്റുവേഷനിൽ ഇനി അവയ്ക്കെതിരെ പോരാടാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് സെക്കൻഡറി ലെവൽ ഇമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ സെക്കൻഡറി ലെവൽ ഇമ്മ്യൂണിറ്റിയിൽ കുറേ എണ്ണം പഠിക്കണം. അതിൽ ആദ്യത്തെ ആളാണ് WBC. മക്കളെ, നമ്മുടെ ശരീരത്തിൽ 5 തരം WBC കളുണ്ട്. WBC എന്ന് പറയുമ്പോൾ വൈറ്റ് ബ്ലഡ് സെൽസ് അഥവാ വൈറ്റ് ബ്ലഡ് കോർപ്പസൽസ്. വൈറ്റ് ബ്ലഡ് കോർപ്പസൽസ് 5 എണ്ണമുണ്ട്. ന്യൂട്രോഫിൽ, ഈസിനോഫിൽ, ബേസോഫിൽ, മോണോസൈറ്റ്, ലിംഫോസൈറ്റ്. അതിൽ ലിംഫോസൈറ്റ് ഏത് കൂട്ടത്ത് കൂടൂല? സെക്കൻഡറി ലെവൽ ഇമ്മ്യൂണിറ്റിയിൽ വർക്ക് ചെയ്യുന്നില്ല. പറഞ്ഞാൽ മനസ്സിലായോ? ഈ പോയിന്റ് ഓർത്ത് വെക്കണം. ലിംഫോസൈറ്റ് സെക്കൻഡറി ലെവൽ ഇമ്മ്യൂണിറ്റിയിൽ വർക്ക് ചെയ്യുന്നില്ല. സെക്കൻഡറി ലെവൽ ഇമ്മ്യൂണിറ്റിയിൽ വർക്ക് ചെയ്യുന്ന 4 WBC കളെ നമുക്കുള്ളൂ. അതാണ് ഇവിടെ ടീച്ചർ കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള സെയിം കാര്യമാണ്. ന്യൂട്രോഫിൽ, ഈസിനോഫിൽ, ബേസോഫിൽ, മോണോസൈറ്റ്. ഫില്ലുകളെല്ലാം ഒപ്പരം പറഞ്ഞതാണ് കേട്ടോ, പറയാനുള്ള ഒരു ഈണത്തിന് വേണ്ടിയിട്ട്, ഒരു താളത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ന്യൂട്രോഫിൽ, ഈസിനോഫിൽ, ബേസോഫിൽ, മോണോസൈറ്റ് ഇവയൊക്കെയാണ് സെക്കൻഡറി ലെവൽ ഇമ്മ്യൂണിറ്റിയിൽ വരുന്ന WBC കൾ. ഓരോന്നിൻ്റെ ചിത്രവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, മലയാളം മീഡിയം ക്ലാസ്സൊക്കെ കേട്ടവരാണെങ്കിൽ അവർക്കത് കൃത്യമായിട്ട് അറിയാം. മലയാളം മീഡിയത്തിൻ്റെ ക്ലാസ് കുറച്ച് നേരത്തെ കൊടുത്തിരുന്നു. ഓക്കെ, നിങ്ങളുടേത് ഇടാൻ കുറച്ച് ലേറ്റായിപ്പോയി. മക്കൾ ദയവേത് ക്ഷമിക്കുക. ഓക്കെ, ഇങ്ങനെ ലാഗ് ഉണ്ടാവാതിരിക്കാൻ മാക്സിമം ടീച്ചർ ട്രൈ ചെയ്യുന്നതായിരിക്കും. ബയോളജി പലരും കമൻറ്റ് ചെയ്തത് എക്സാം ടഫായിരുന്നു എന്നാണ്. ഓക്കെ, നിങ്ങളുടെ ഒരു ജസ്റ്റ് ഒരു പോളിനിട്ടപ്പോൾ കൂടുതൽ പേരും പറഞ്ഞത് ബയോളജി എക്സാം ടഫായിരുന്നു എന്നാണ്. എന്തുകൊണ്ട് അങ്ങനെ ടഫായി എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം. എന്നിട്ട് വീണ്ടും ബയോളജിക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കണം. നമുക്ക് ബാക്കിയുള്ള സബ്ജക്റ്റിനെ വെച്ച് നോക്കുമ്പോൾ ബയോളജി പഠിക്കാൻ എളുപ്പമാണ് മക്കളെ. കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചാൽ ബയോളജി സിമ്പിളാണ്. ഒന്ന് നിങ്ങൾക്ക് അതിനോടൊരു ഇൻട്രസ്റ്റ് മാത്രം നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുത്താൽ മതി, നമുക്ക് കിട്ടും. പറഞ്ഞാൽ മനസ്സിലായോ? നമുക്ക് തന്നെ കിട്ടും. A+ നമ്മുടെ കയ്യിലിരിക്കും. ഓക്കെ, അപ്പം എൻ്റെ മക്കൾ ഡോണ്ട് വറി, നമുക്ക് പഠിച്ചെടുക്കാം. നോക്കിക്കോളൂ, ന്യൂട്രോഫിൽ. ഫസ്റ്റ് വൺ ന്യൂട്രോഫിൽ. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ചിത്രം, ഇവയുടെ ചിത്രം നിങ്ങൾ ഉറപ്പായിട്ടും ശ്രദ്ധിക്കണം. പിക്ചർ ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ ആയിരിക്കും നിങ്ങളുടെ ആനുവൽ എക്സാമിന്, SLC ഒറിജിനൽ എക്സാമിനും ക്വസ്റ്റ്യൻ വരുന്നത്. അതുകൊണ്ട് ഓരോ ചിത്രത്തിനും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ എൻ്റെ മക്കൾ പഠിക്കണം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വൺ ന്യൂട്രോഫിൽ. ഇതാ ന്യൂക്ലിയസിൻ്റെ ഷേപ്പ് കണ്ടുവാ, ഇങ്ങനെ 3 കുരുകുരു പോലത്തെ ഒരു ടൈപ്പാണ് അതിൻ്റെ ന്യൂക്ലിയസ് കാണുന്നത് കേട്ടോ, ഓർത്തു വെച്ചോ. അപ്പോൾ ന്യൂട്രോഫിൽ ഇറ്റ് എൻഗൾഫ്സ് ആൻഡ് ഡിസ്ട്രോയ്സ് ബാക്ടീരിയ. ന്യൂട്രോഫിൽ എന്ത് ചെയ്യും? ബാക്ടീരിയനെ പോയിട്ട് എൻഗൾഫ് ചെയ്യും, എന്നിട്ട് അതിനെ നശിപ്പിക്കും. പ്രൊഡ്യൂസേഴ്സ് കെമിക്കൽസ് എഗെയിൻസ്റ്റ് പാത്തജൻസ്. എങ്ങനെയാണ് ന്യൂട്രോഫിൽ വർക്ക് ചെയ്യുന്നത്? ഇറ്റ് എൻഗൾഫ് ആൻഡ് ഡിസ്ട്രോയ്സ് ബാക്ടീരിയ. ഇത് ബാക്ടീരിയനെ പോയി ചുറ്റി വരിഞ്ഞ് എന്ത് ചെയ്യും? അതിനെ തിന്നും, അതിനെ വിഴുങ്ങും. ഇറ്റ് എൻഗൾഫ്സ് ദ ബാക്ടീരിയ. പിന്നെയോ രണ്ടാമത്തെ മെത്തേഡ് എന്നാ? ഇറ്റ് പ്രൊഡ്യൂസസ് കെമിക്കൽസ് എഗെയിൻസ്റ്റ് പാത്തജൻസ്. ഇത് പാത്തജൻസിനെതിരെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യും. ദെൻ രണ്ടാമത്തെ ആൾ ഈസിനോഫിൽ. മക്കളെ, ന്യൂട്രോഫില്ലിൽ ഒരു കാര്യം കൂടെ ടീച്ചർ പറയട്ടെ. ഇത് ബാക്ടീരിയാസിനെ പോയി എൻഗൾഫ് ചെയ്ത് കില്ല് ചെയ്യുന്നു പറഞ്ഞില്ലേ, അതായത് വിഴുങ്ങി നശിപ്പിക്കും. ഇങ്ങനെ എൻഗൾഫ് ചെയ്ത് കില്ല് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ഫാഗോസൈറ്റോസിസ്. നിങ്ങളിത് കേൾക്കും തൊട്ടടുത്ത പേജിൽ, മീൻസ് തൊട്ടടുത്ത സ്ലൈഡുകളിൽ നമ്മളത് പറയും. ഓക്കെ, അപ്പം ന്യൂട്രോഫിൽ എന്ത് ചെയ്യും? ഫാഗോസൈറ്റോസിസ് നടത്തും. ആരാ? ബാക്ടീരിയന. അതുപോലെ വേറെന്ത് ചെയ്യും? ഇറ്റ് പ്രൊഡ്യൂസസ് കെമിക്കൽസ് എഗെയിൻസ്റ്റ് പാത്തജൻസ്. പാത്തജൻസിനെതിരെ കെമിക്കൽസ് കൂടി പ്രൊഡ്യൂസ് ചെയ്യും. ദെൻ രണ്ടാമത്തെ ആൾ ഈസിനോഫിൽ.
ന്യൂക്ലിയസ് ശ്രദ്ധിച്ചോ, 2 ലോബ് പോലത്തെ ഭാഗങ്ങളാണ് ന്യൂക്ലിയസിൽ കാണുന്നത് ഈസിനോഫിലിന്. ഈസിനോഫിൽ ന്യൂട്രലൈസസ് chemicals released when there is an allergy, destroys parasites. എപ്പോഴെങ്കിലും നമ്മുടെ ശരീരത്തിൽ അലർജി ഉണ്ടാവുന്ന സമയത്ത് അല്ലേ, ന്യൂട്രലൈസ് കെമിക്കൽസിൻ്റെ റിലീസ് ന്യൂട്രലൈസ് ചെയ്യും അലർജി ഉണ്ടാകുന്ന ടൈമിൽ. അതുപോലെ പാരസൈറ്റ്സിനെ ഡിസ്ട്രോയ് ചെയ്യും. നമ്മുടെ ബോഡിയിലേക്ക് വരുന്ന പാരസൈറ്റ്സിനെ ഡിസ്ട്രോയ് ചെയ്യാനും കൂടി ആര് ഹെൽപ്പ് ചെയ്യും? ഈസിനോഫിൽ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ 2 പഠിച്ചു. ന്യൂട്രോഫിൽ എന്ത് ചെയ്യും? ബാക്ടീരിയനെ എൻഗൾഫ് ചെയ്ത് ഡിസ്ട്രോയ് ചെയ്തും. അതുപോലെ ഇറ്റ് പ്രൊഡ്യൂസസ് കെമിക്കൽസ് അഗെയിൻസ്റ്റ് പാത്തജൻസിനെതിരെ കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യും. ഈസിനോഫിൽ എന്താ ചെയ്യുക? അലർജി ഉണ്ടാകുന്ന സമയത്ത് റിലീസ് ചെയ്യുന്ന കെമിക്കൽസിൻ്റെ പവർ കുറക്കും, ന്യൂട്രലൈസ് ചെയ്യും. അതുപോലെ പാരസൈറ്റ്സിനെ ഡിസ്ട്രോയ് ചെയ്യും. ദെൻ നെക്സ്റ്റ് വൺ മോണോസൈറ്റ്. ന്യൂക്ലിയസ് ശ്രദ്ധിക്കണേ, മോണോസൈറ്റ്. ഇറ്റ് എൻഗൾഫ്സ് ആൻഡ് ഡിസ്ട്രോയ്സ് ഫോറിൻ സബ്സ്റ്റൻസസ്. മോണോസൈറ്റ് എന്ത് ചെയ്യും? എൻഗൾഫ് ചെയ്തിട്ട് വീണ്ടും ഈ പാത്തജൻസിനെ ഡിസ്ട്രോയ് ചെയ്യും. അതായത് ഫാഗോസൈറ്റോസിസ് ചെയ്യും. ആരെപ്പോലെ? ന്യൂട്രോഫിലിനെ പോലെ. ഓക്കെ, ഇറ്റ് എൻഗൾഫ്സ് ആൻഡ് ഡിസ്ട്രോയ്സ് ഫോറിൻ സബ്സ്റ്റൻസസ്, ബാക്ടീരിയാസ് ആൻഡ് ഡെഡ് സെൽസ് ആൻഡ് സ്റ്റിമുലേറ്റ് അതർ ഇമ്മ്യൂൺ സെൽസ്. മറ്റു WBCകളെ സ്റ്റിമുലേറ്റ് കൂടി ആര് ചെയ്യും? മോണോസൈറ്റ് ചെയ്യും. അതായത് മോണോസൈറ്റ് പോയിട്ട് ഫാഗോസൈറ്റോസിസും ചെയ്യും. അതിൻ്റെ കൂട്ടത്തിൽ മറ്റുള്ള WBCനെ ഈസി ആയിട്ട് നമുക്ക് ഇമ്മ്യൂണിറ്റി വർക്ക് ചെയ്യണ്ടേ, അതിന് വേണ്ടിയിട്ട് മറ്റുള്ള WBCനെ ആവശ്യമുള്ള സ്ഥലത്തേക്ക് അട്രാക്റ്റ് ചെയ്യുക കൂടി ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സ്റ്റിമുലേറ്റ് ചെയ്യുക കൂടി ചെയ്യുന്നു. ആര്? മോണോസൈറ്റ്. ഇപ്പോൾ മോണോസൈറ്റ് ഫാഗോസൈറ്റോസിസ് നടത്തും. അതുപോലെ ഇറ്റ് സ്റ്റിമുലേറ്റ് അതർ ഇമ്മ്യൂൺ സെൽസ്, മറ്റുള്ള ഇമ്മ്യൂൺ സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. ദെൻ ലാസ്റ്റ് വൺ ബേസോഫിൽ. ബേസോഫിൽ എന്താ ചെയ്യുന്നത്? ഇറ്റ് പ്രൊഡ്യൂസസ് ഹെപ്പാരിൻ വിച്ച് പ്രിവെൻറ്റ് ബ്ലഡ് ക്ലോട്ടിങ്. ഇതെന്ത് ചെയ്യും? ഹെപ്പാരിൻ എന്ന് പറയുന്ന സബ്സ്റ്റൻസിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഹെപ്പാരിൻ്റെ ഡ്യൂട്ടി എന്നാ? ഇത് ബ്ലഡ് ക്ലോട്ടിങ്ങിനെ പ്രിവെൻറ്റ് ചെയ്യും. അതുപോലെ ഹിസ്റ്റമിനും പ്രൊഡ്യൂസ് ചെയ്യും, വിച്ച് കോസസ് ഇൻഫ്ലമേഷൻ ഇൻ കേസസ് ഓഫ് അലർജി. അലർജി ഉണ്ടാകുമ്പോൾ ഇൻഫ്ലമേഷന് കാരണമാകുന്ന ഹിസ്റ്റമിനെ പ്രൊഡ്യൂസ് ചെയ്യും. അതുപോലെ രക്തം കട്ട പിടിക്കാതിരിക്കാൻ സഹായിക്കുന്ന ഹെപ്പാരിൻ എന്ന സബ്സ്റ്റൻസിനെയും പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ബേസോഫിലിൻ്റെ ഡ്യൂട്ടി എന്താണ്? ഇറ്റ് പ്രൊഡ്യൂസസ് ഹെപ്പാരിൻ ആസ് വെൽ ആസ് ഹിസ്റ്റമിൻ. ഹെപ്പാരിനും ഹിസ്റ്റമിനും പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളാണ് ആര്? ബേസോഫിൽ. എപ്പോഴാണ് ഹിസ്റ്റമിൻ ഉണ്ടാവുന്നത്? നമ്മുടെ ബോഡിയിൽ അല്ലേ, വിച്ച് കോസസ് ഇൻഫ്ലമേഷൻ ഇൻ കേസസ് ഓഫ് അലർജി. ഹിസ്റ്റമിൻ ഉണ്ടാവുമ്പോഴാണ് അലർജിയുടെ റിസൾട്ടായിട്ട് ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നത് എന്ന് ഓർത്തു വെക്കുക. നെക്സ്റ്റ്, മെയിൻ ആക്ടിവിറ്റീസ് ഇൻക്ലൂഡഡ് ഇൻ ദ സെക്കൻഡറി ലെവൽ ഇമ്മ്യൂണിറ്റി. ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സെക്കൻഡറി ലെവൽ ഇമ്മ്യൂണിറ്റി ആണ്. സെക്കൻഡറി ലെവൽ ഇമ്മ്യൂണിറ്റിയിൽ WBCൻ്റെ പ്രസൻസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലേ. 4 ആൾക്കാർ വർക്ക് ചെയ്യുന്നു: ന്യൂട്രോഫിൽ, ഈസിനോഫിൽ, ബേസോഫിൽ, മോണോസൈറ്റ്. ആര് മാത്രമില്ല? ലിംഫോസൈറ്റ് മാത്രം അവിടെയില്ല. ഓക്കെ, അപ്പോൾ WBCയുടെ ആക്ഷൻ നമ്മൾ പഠിച്ചു സെക്കൻഡറി ലെവൽ ഇമ്മ്യൂണിറ്റിയിൽ. ഇനി ഇത് മാത്രമല്ലല്ലോ ഡ്യൂട്ടി, കുറേ വർക്ക് അവിടെ നടക്കുന്നുണ്ട്. സെക്കൻഡറി ലെവൽ ഇമ്മ്യൂണിറ്റിയിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. 1 ഫാഗോസൈറ്റോസിസ്, 2 ഇൻഫ്ലമേറ്ററി റെസ്പോൺസ്, 3 ഫീവർ, 4 ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡ് ആൻഡ് ഫൈനലി വൂണ്ട് ഹീലിംഗ്. ഇത്രയും വരുന്നത് സെക്കൻഡറി ലെവൽ ഇമ്മ്യൂണിറ്റിയിലാണ്. എന്തൊക്കെ നടക്കുന്നു? ഫാഗോസൈറ്റോസിസ് നടക്കുന്നു. ഫാഗോസൈറ്റോസിസ് എന്താണെന്ന് നമ്മൾ ജസ്റ്റ് സൂചിപ്പിച്ചു കഴിഞ്ഞു അല്ലേ. രോഗാണുവിനെ, പാത്തജൻസിനെ വിഴുങ്ങി നശിപ്പിക്കുന്ന പരിപാടി അല്ലേ. ഇപ്പോൾ ഫാഗോസൈറ്റോസിസ്. 2 ഇൻഫ്ലമേറ്ററി റെസ്പോൺസ്, വീക്കം വരും, വീങ്ങൽ പ്രതികരണം എന്ന് പറയും മലയാളത്തിൽ. അപ്പോൾ ഫാഗോസൈറ്റോസിസ് നടന്നു, ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് ഉണ്ടായി. ചിലപ്പോൾ എന്തുണ്ടാവും? നെക്സ്റ്റ് സ്റ്റെപ്പ് പനി ഉണ്ടാകും, ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡ്, വൂണ്ട് ഹീലിംഗ്. ഇത്രയാണ് സെക്കൻഡറി ലെവൽ ഇമ്മ്യൂണിറ്റിയിലെ പ്രധാനപ്പെട്ട പോയിന്റ്സ്. ഓരോന്നായിട്ട് നോക്കിയാലോ. ഫസ്റ്റ് വൺ, ഫാഗോസൈറ്റോസിസ്. നമ്മൾ പഠിച്ചു ഫാഗോസൈറ്റോസിസ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് വൈറ്റ് ബ്ലഡ് സെൽസ് എൻഗൾഫ് ആൻഡ് ഡിസ്ട്രോയ് പാത്തജൻസ്. WBC പാത്തജനുകളെ എൻഗൾഫ് ചെയ്ത് ഡിസ്ട്രോയ് ചെയ്യുന്ന പരിപാടിയാണ് ഫാഗോസൈറ്റോസിസ്. The blood cells that take part in phagocytosis are called phagocyte. ആരാണോ ഫാഗോസൈറ്റോസിസ് നടത്തുന്നത് അവരെ നമുക്ക് എന്ത് വിളിക്കാം? ഫാഗോസൈറ്റ് എന്ന് വിളിക്കാം. വൈറ്റ് ബ്ലഡ് സെൽസ് സച്ച് ആസ് ന്യൂട്രോഫിൽസ് ആൻഡ് മോണോസൈറ്റ്സ് ആർ ഫാഗോസൈറ്റ്.
ന്യൂട്രോഫിലും മോണോസൈറ്റും എന്തിന് എക്സാമ്പിളാണ്? ഫാഗോസൈറ്റുകൾക്ക് എക്സാമ്പിളാണ്. അപ്പോൾ ആരാണ് മക്കളെ ഫാഗോസൈറ്റ്? ആരാണോ ഈ പറഞ്ഞ പാത്തോജൻസിനെ വിഴുങ്ങുന്നത്, എൻഗൾഫ് ചെയ്യുന്നത്, ദേ ആർ കോൾഡ് ഫാഗോസൈറ്റ്. മറന്നു പോകരുത്, അവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫാഗോസൈറ്റ് എന്ന് വിളിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് ഫാഗോസൈറ്റുകളുടെ പ്രധാനപ്പെട്ട ഈ ആക്ഷൻ എങ്ങനെ നടക്കുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഫാഗോസൈറ്റോസിസ് എന്ന പ്രവർത്തനം എങ്ങനെ നടക്കുന്നു. ഇതാ നോക്കിയേ, ആദ്യം ഒരു പാത്തജൻ വന്നു. ഇതാ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഒരു നീല കളറിലെ പാത്തജൻ കൊടുത്തിട്ടുണ്ട്. ആ പാത്തജനെ ആര് സെൻസ് ചെയ്യും? ഫാഗോസൈറ്റിലുള്ള റിസപ്റ്റേഴ്സ് സെൻസ് ചെയ്യും. അങ്ങനെ ഫാഗോസൈറ്റുകൾ പോയിട്ട് ആരെ വിഴുങ്ങും? പാത്തജനെ വിഴുങ്ങും. എന്നിട്ട് എന്ത് ഫോം ചെയ്യും? ഫാഗോസോം ഫോം ചെയ്യും. ഇവിടെ നിങ്ങൾക്ക് കാണാം ഫാഗോസോം ഉണ്ടായി. ആ ഫാഗോസോം ആ സെല്ലിനകത്തെ ലൈസോസോമായിട്ട് കമ്പൈൻ ചെയ്യും. അങ്ങനെ ഫാഗോലൈസോസോം ഫോം ചെയ്യുന്നു. ഒന്നുകൂടെ പറയുന്നു, ആദ്യം പാത്തജൻ വന്നു, പാത്തജനെ റിസപ്റ്റേഴ്സ് സെൻസ് ചെയ്തു, അതിനുള്ളിലേക്കെടുത്തു, അതായത് ഫാഗോസോംസ് ഫോം ചെയ്തു, ഫാഗോസോമും ലൈസോസോമും കമ്പൈൻ ചെയ്തു, ദെൻ ഇറ്റ് ഫോംസ് ഫാഗോലൈസോസോം, ഫാഗോലൈസോസോമായി. ഈ ലൈസോസോം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ സൂയിസൈഡൽ ബാഗ് ഓഫ് എ സെൽ എന്നാണ് അറിയപ്പെടുന്നത്. നമ്മുടെ കോശത്തിനകത്തെ ആത്മഹത്യാ സഞ്ചി അഥവാ സൂയിസൈഡൽ ബാഗാണ് ലൈസോസോംസ്. ഇതിനകത്ത് ധാരാളം ഡൈജസ്റ്റീവ് എൻസൈംസ് ഉണ്ടാവും. ഈ ഡൈജസ്റ്റീവ് എൻസൈംസ് ആരെ നശിപ്പിച്ചു കളയും? പാത്തോജൻസിനെ നശിപ്പിച്ചു കളയും. അങ്ങനെ പാത്തോജൻസ് ഡിസ്ട്രക്റ്റഡ് ആവുന്നു, അതിൻ്റെ വേസ്റ്റ് എക്സ്ക്രീഷൻ വഴി ഇതിലേക്ക് പുറത്തേക്ക് കളയുന്നു, എക്സ്ക്രീറ്റ് ചെയ്ത് കളയുന്നു. സംഭവം മനസ്സിലായോ? ദിസ് ഇസ് കോൾഡ് ഫാഗോസൈറ്റ് ഓർ ദീസ് ആർ ദ സ്റ്റെപ്സ് ഓഫ് ഫാഗോസൈറ്റോസിസ്. ക്ലിയർ ആണോ? ഇനി ഈ പറഞ്ഞ WBC മാത്രമാണോ മക്കളെ ഫാഗോസൈറ്റുകൾ? അങ്ങനെ ചോദിച്ചാൽ അല്ല എന്നാണ് ഉത്തരം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ലിവറിനകത്തെ കുഫർ സെൽസ്, ഓക്കെ, കുഫർ സെൽസ്, മൈക്രോഗ്ലിയ, ഇവയൊക്കെ എന്തിന് എക്സാമ്പിളാണ്? മൈക്രോഗ്ലിയ ഇവയൊക്കെ എന്തിന് എക്സാമ്പിളാണ്? ഫാഗോസൈറ്റുകൾക്ക് എക്സാമ്പിളാണ്. നമുക്ക് തൽക്കാലം അതൊന്നും വേണ്ട, നമ്മൾ ഇത്രയും മനസ്സിലാക്കണ്ടു. ന്യൂട്രോഫിലും മോണോസൈറ്റുമാണ് നമുക്ക് പഠിക്കാനുള്ള ഫാഗോസൈറ്റുകൾ. അവ മാത്രമല്ല കുറേ എണ്ണമുണ്ടെന്ന് ഓർത്തു വച്ചാൽ മതി. അപ്പോൾ മനസ്സിലായല്ലോ ഫാഗോസൈറ്റോസിസ് എങ്ങനെ നടക്കുന്നു എന്ന് നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ. ഇതിലിനി ഒരു ഡൗട്ടും പാടില്ലേ. ഇതൊക്കെ എക്സാമിൻ്റെ ഇമ്പോർട്ടൻ്റ് ചോദ്യങ്ങളായിരിക്കും. ഉറപ്പാണ് നിങ്ങളുടെ ആനുവൽ എക്സാമിന് ഈ ഭാഗത്തുനിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരും. പഠിച്ചു വെക്കണം. ഓക്കെ, ഇനി കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് തന്നിട്ടുണ്ട്. എന്താണ് ഫാഗോസോം? ദ മെംബ്രെയിൻ സാക്ക് ദാറ്റ് കവേഴ്സ് ദ പാത്തജൻ. പാത്തജനെ കവർ ചെയ്യുന്ന മെംബ്രെയിൻ സാക്കിനെയാണ് എന്ത് വിളിക്കുന്നത്? ഫാഗോസോം എന്ന് വിളിക്കുന്നത്. ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് ദ ഫോർമേഷൻ ഓഫ് ഫാഗോലൈസോസോം. ഫാഗോലൈസോസോം ഫോം ചെയ്യേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ലൈസോസോമും ഫാഗോസോമും കമ്പൈൻ ചെയ്തിട്ടാണ് ഫാഗോലൈസോസോം ഫോം ചെയ്യുന്നത്. ഇനി എന്താ സംഭവം? ഫ്രം ഫാഗോലൈസോസോം പാത്തജൻസ് ആർ ഡിസ്ട്രോയിഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എൻസൈംസ് ഇൻ ലൈസോസോംസ്. ലൈസോസോംസിനകത്തുള്ള എൻസൈമിൻ്റെ ഹെൽപ്പോടുകൂടി ഫാഗോലൈസോസോംസിനകത്ത് വെച്ച് പാത്തജൻസ് ഡിസ്ട്രക്റ്റഡ് ആയി പോകുന്നു. ദെൻ ഫാഗോസൈറ്റോസിസിൻ്റെ സ്റ്റേജസ് എന്തൊക്കെയാണ്? അതാണ് തേർഡ് ക്വസ്റ്റ്യൻ. റെക്കഗ്നീഷൻ ആൻഡ് അറ്റാച്ച്മെൻറ്റ് ടു ദ പാത്തജൻ. ആദ്യം പാത്തജനെ തിരിച്ചറിയണം. പാത്തജനെ തിരിച്ചറിഞ്ഞ് പാത്തജനുമായിട്ട് ആര് പോയി അറ്റാച്ച് ചെയ്യണം? നമ്മുടെ ഫാഗോസൈറ്റ് പോയി അറ്റാച്ച് ചെയ്യണം. ദെൻ സെക്കൻഡ് വൺ എൻഗൾഫ്മെൻറ്റ്, വിഴുങ്ങണം. തേർഡ് വൺ ഫാഗോസോം ഫ്യൂസ് വിത്ത് ലൈസോസോം ആൻഡ് ഫോം ഫാഗോലൈസോസോം. ഫാഗോസോമും ലൈസോസോമും ഫ്യൂസ് ചെയ്തിട്ട് ഫാഗോലൈസോസോം ഫോം ചെയ്യണം. ദെൻ ലാസ്റ്റ് വൺ ഡൈജഷൻ നടക്കണം. അതായത് ഇതിലുള്ള ഡൈജസ്റ്റീവ് ജ്യൂസസ്, ലൈസോസോംസിനകത്തുള്ള ഡൈജസ്റ്റീവ് ജ്യൂസസ് ആ രോഗാണുവിനെ, ആ പാത്തജനെ കൊല്ലണം. എൻസൈംസ് ഫ്രം ദ ലൈസോസോം ഡൈജസ്റ്റ് ദ ഫോറിൻ പാർട്ടിക്കിൾസ്. രോഗാണുവിനെയോ അല്ലെങ്കിൽ വന്നിരിക്കുന്ന ഫോറിൻ പാർട്ടിക്കിൾസിനെയോ ആര് നശിപ്പിക്കും? നമ്മുടെ ഫാഗോസൈറ്റുകൾ അല്ലെങ്കിൽ ലൈസോസോംസിനകത്തുള്ള ഡൈജസ്റ്റീവ് എൻസൈംസ് നശിപ്പിച്ചു കളയും. ദെൻ ലാസ്റ്റ് സ്റ്റെപ്പ് എക്സ്ക്രീഷൻ. വേസ്റ്റ് പുറന്തള്ളണ്ടേ? നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇതാ കണ്ട വേസ്റ്റ് പുറത്ത് പോകുന്നത്. അതന്നെ ലാസ്റ്റ് സ്റ്റെപ്പ് എക്സ്ക്രീഷൻ. അപ്പോൾ ഫസ്റ്റ് വൺ റെക്കഗ്നീഷൻ ആൻഡ് അറ്റാച്ച്മെൻറ്റ് ടു ദ പാത്തജൻ, സെക്കൻഡ് വൺ എൻഗൾഫ്മെൻറ്റ്, ദെൻ ഫോർമേഷൻ ഓഫ് ഫാഗോലൈസോസോംസ്, ഡൈജഷൻ, ദെൻ എക്സ്ക്രീഷൻ. ഇത്രയാണ് നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ആൻസർ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് ആണ്. ക്ലാസ് ലെങ്തിയായി പോകുന്നുണ്ട് എന്നറിയാം, കുറച്ചുകൂടി ഈ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് കൂടി നമുക്കൊന്ന് നോക്കാം. ശ്രദ്ധിച്ചോളൂ. It is the process by which blood flow increases due to the injured or bruised area to bring white blood cells to fight
an infection. അതായത് ശരീരം മുറിഞ്ഞു. മക്കളെ, കയ്യോ കാലോ മുറിഞ്ഞ സമയത്ത് അതിലൂടെ എന്തിനുള്ള ചാൻസ് ഉണ്ട്? രോഗാണുക്കൾ കൂടുതലായി ഉള്ളിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് അല്ലേ? അപ്പം ഈ സിറ്റുവേഷനിൽ എന്ത് ചെയ്യണം? അവിടത്തേക്ക് കൂടുതൽ WBC എത്തിച്ച് രോഗാണുക്കളെ നശിപ്പിച്ച് കളയണം. അതിനു വേണ്ടി നടക്കുന്ന ഒരു പ്രോസസ്സാണ് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ്. എങ്ങനെയാണ് നടക്കുന്നത് എന്ന് നോക്കാം. The cells at the injured part releases histamine and other chemical substance. മുറിവ് പറ്റിയ ഭാഗത്തുള്ള ഡാമേജ് പറ്റിയ കോശങ്ങൾ, ഇൻജുവേർഡ് പാർട്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഹിസ്റ്റമിൻ പ്രൊഡ്യൂസ് ചെയ്യും. ഹിസ്റ്റമിൻ പോലുള്ള മറ്റ് കെമിക്കൽ സബ്സ്റ്റൻസും പ്രൊഡ്യൂസ് ചെയ്യും. ദുസ് ഡയലേറ്റ് ദ ബ്ലഡ് വെസൽസ്. ഈ ഹിസ്റ്റമിൻ എന്തിനെ ഡയലേറ്റ് ചെയ്യും? ബ്ലഡ് വെസൽസിൻ്റെ സൈസ് കൂട്ടും. ബ്ലഡ് വെസൽസിൻ്റെ സൈസ് കൂടി അതിലൂടെ കൂടുതൽ ബ്ലഡ് ഒഴുകൂലേ? ആസ് ബ്ലഡ് ഫ്ലോ ഇൻക്രീസസ്, ബ്ലഡ് സെൽസ് സച്ച് ആസ് മോണോസൈറ്റ് ആൻഡ് ന്യൂട്രോഫിൽസ് റീച്ച് ദ ഇൻജുവേർഡ് ഏരിയ. അപ്പോൾ കൂടുതൽ ബ്ലഡ് വെസൽസ് ഡയലേറ്റ് ആയപ്പോൾ അവിടത്തേക്ക് കൂടുതൽ ബ്ലഡ് വന്നു. കൂടുതൽ ബ്ലഡ് വരുമ്പോൾ അതിനകത്ത് കൂടുതൽ എന്തുണ്ട്? WBC ഉണ്ട്. ഈ WBC എന്ത് ചെയ്തു? ദേ എൻഗൾഫ് ആൻഡ് ഡിസ്ട്രോയ് ദ പാത്തജൻസ്. ഇവരെന്ത് ചെയ്തു? പാത്തജൻസിനെ എൻഗൾഫ് ചെയ്തു, ഡിസ്ട്രോയ് ചെയ്തു. സംഭവം മനസ്സിലായോ? ഇതാണ് മക്കളെ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ്. സംഭവം വളരെ സിമ്പിളാണ്. ആ ഭാഗം വീങ്ങുന്നു. എന്തുകൊണ്ട് വീങ്ങുന്നു? ഹിസ്റ്റമിൻ പ്രൊഡ്യൂസ് ചെയ്തു, ഡാമേജ് പറ്റിയ സെൽസ് അല്ലെങ്കിൽ കെമിക്കൽ സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്തു. ആ കെമിക്കൽ സബ്സ്റ്റൻസിൻ്റെ പ്രസൻസിൽ കൂടുതൽ WBC അവിടത്തേക്ക് സ്റ്റിമുലേറ്റഡ് ആയി വന്നു. അങ്ങനെ ആ ഭാഗം വീങ്ങി. രക്തക്കുഴൽ ഡയലേറ്റ് ചെയ്തു, ബ്ലഡ് വെസൽസ് ഡയലേറ്റ് ചെയ്തു. സോ കൂടുതൽ ബ്ലഡ് വന്നു, കൂടുതൽ WBC വന്നു, ഫാഗോസൈറ്റോസിസ് കൂടുതൽ നടന്നു. അങ്ങനെ രോഗപ്രതിരോധമാണ് അവിടെ നടക്കുന്നത്. ഇമ്മ്യൂണിറ്റി തന്നെയാണ് അവിടെ നടക്കുന്നത്. സോ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് ഇസ് ദ സെക്കൻഡ് സ്റ്റെപ്പ്. മനസ്സിലായോ? ഫാഗോസൈറ്റോസിസ് പോലെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ പഠിക്കണം. ഇതും എക്സാമിന് ചോദ്യസാധ്യതയുള്ള മേഖലയാണ്. ദെൻ കുറച്ച് വീണ്ടും തന്നിട്ടുണ്ട് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ്. First one, histamine and function. Histamine dilates blood vessels. Histamine എന്ത് ചെയ്യും? ബ്ലഡ് വെസൽസിനെ ഡയലേറ്റ് ചെയ്യും. ഡയലേറ്റ് ചെയ്യുന്ന വെച്ചാൽ വലുതാക്കും, വികസിപ്പിക്കും. Then second one, the advantage of the dilation of capillary walls. കാപ്പിലറി വാൾസ് അല്ലെങ്കിൽ ബ്ലഡ് കാപ്പിലറീസ് ഇങ്ങനെ ഡയലേറ്റ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യം എന്ത്? Through this dilated blood vessels, as blood flow increases, blood cells such as monocytes and neutrophils reach the injured area. എവിടെയാണോ ഈ ബ്ലഡ് വെസൽസിൻ്റെ ഡയലേഷൻ നടന്നത് ആ ഭാഗത്തു കൂടി കൂടുതൽ ബ്ലഡ് ഒഴുകുകയും നമുക്ക് ആവശ്യമുള്ള ഫാഗോസൈറ്റോസിസ് നടത്താൻ ആവശ്യമുള്ള മോണോസൈറ്റും ന്യൂട്രോഫിലും ആ ഭാഗത്തേക്ക് എത്തിച്ചേരുകയും ചെയ്യും. They engulf and destroy the pathogens. അവരെന്ത് ചെയ്യും? പാത്തജൻസിനെ എൻഗൾഫ് ചെയ്ത് ഡിസ്ട്രോയ് ചെയ്യും. പാത്തജൻസ് എൻഗൾഫ്ഡ് ആൻഡ് ഡിസ്ട്രോയിഡ്. അങ്ങനെ നമ്മുടെ ഇമ്മ്യൂണിറ്റി പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യും. ഇതാണ് ഇൻഫ്ലമേറ്ററി റെസ്പോൺസിന് പിറകിലുള്ള സയൻസ്. ഓക്കെ, ഇത് നിങ്ങൾ പഠിച്ചു വെക്കണം. ഇത്രയും മനസ്സിലായോ? അടുത്തത് പനിയാണ്. പറയട്ടെ ടീച്ചർ, കുറച്ച് ലെങ്തി ആവുന്നുണ്ടെന്നറിയാം. ഓക്കെ, പറഞ്ഞോട്ടെ. ഇതുകൂടി പറയാം. സോറി കേട്ടോ, ലെങ്തി ആക്കുന്നതിൽ ക്ഷമിക്കണം. നമുക്ക് മാക്സിമം പോയിന്റ്സ് കവർ ചെയ്യണം. അപ്പോൾ പനി. നെക്സ്റ്റ് ഫീവർ. Fever is a condition that occurs when the body temperature rises above the normal range. നമ്മുടെ ബോഡിക്ക് ഒരു നോർമൽ ടെമ്പറേച്ചർ റേഞ്ച് ഉണ്ട്. അത് 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഈ 37 ഡിഗ്രി സെൽഷ്യസ് അഥവാ ഫാരൻഹീറ്റ് പറഞ്ഞാൽ 98.6 ഡിഗ്രി ഫാരൻഹീറ്റ്. ഈ ടെമ്പറേച്ചർ ഇതാണ് നമ്മുടെ നോർമൽ ബോഡി ടെമ്പറേച്ചർ. പക്ഷേ ഈ ടെമ്പറേച്ചർ ആർക്ക് ഭയങ്കര ഇഷ്ടമാണെന്നറിയോ മക്കളെ? പാത്തജൻസിന് ഭയങ്കര ഇഷ്ടമാണ്. അവർ ഈ ടെമ്പറേച്ചറിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ അടിപൊളിയായിട്ട് വളരും. നമ്മുടെ ടെമ്പറേച്ചർ ശരിക്കും അവർക്ക് നല്ല വളമാണ്, അവർ വളർന്നോളൂ അവിടെ. അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിയിലേക്ക് ഒരു പാത്തജൻ വന്നാൽ ഈ ടെമ്പറേച്ചർ കൂട്ടണം. ഇല്ലെങ്കിൽ പാത്തജൻസ് അവരുടെ എണ്ണം കൂട്ടി നമുക്ക് ഡിസീസ് ഉണ്ടാക്കും. പറഞ്ഞ മനസ്സിലായോ? അപ്പോൾ നോക്കിക്കോ. ഫീവർ ഇസ് എ കണ്ടീഷൻ ദാറ്റ് ഒക്കേഴ്സ് വെൻ ദ ബോഡി ടെമ്പറേച്ചർ റൈസസ് എബോവ് ദ നോർമൽ റേഞ്ച്. നോർമൽ റേഞ്ചിനെക്കാളും കൂടുതലിലേക്ക് ടെമ്പറേച്ചർ കൂടുന്ന പരിപാടിയാണ് ഫീവർ. എത്രയിൽ കൂടുതൽ? 98.6 ഡിഗ്രി ഫാരൻഹീറ്റിൽ കൂടുതൽ, അല്ലെങ്കിൽ 37 ഡിഗ്രി സെൽഷ്യസിനെക്കാളും കൂടുതൽ. വെൻ ഇൻഫെക്ഷൻ ഓർ ഇൻഫ്ലമേഷൻ ഒക്കേഴ്സ്, white blood cells release chemical substance called pyrogens. എപ്പോഴാണോ നമ്മുടെ ബോഡിയിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നത്,
ഓക്കെ, അല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത്. ആ സമയത്ത് നമ്മുടെ ബ്ലഡ് സെൽസ് ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് പുറത്തുവിടും. ആ കെമിക്കൽ സബ്സ്റ്റൻസിൻ്റെ പേരാണ് പൈറോജൻ. ഈ പൈറോജൻ ഇറ്റ് ട്രിഗർ ദ ബ്രെയിൻ ടു റേസ് ദ ബോഡി ടെമ്പറേച്ചർ. ഇത് നമ്മുടെ ബ്രെയിനിന് ഒരു സിഗ്നൽ കൊടുക്കും. എപ്പോഴാണോ ബോഡിയിൽ പൈറോജൻ ഉണ്ടാകുന്നത്, ആ പൈറോജൻ നമ്മുടെ ബോഡിക്ക്, നമ്മുടെ ബ്രെയിനിന് ഒരു സിഗ്നൽ കൊടുക്കും, ഇൻക്രീസ് ചെയ്തോ ബോഡി ടെമ്പറേച്ചർ. അങ്ങനെ ബോഡി ടെമ്പറേച്ചർ ഇൻക്രീസ് ആവും. സോ ഫീവർ ഈസ് എ കൈൻഡ് ഓഫ് ഇമ്മ്യൂൺ മെക്കാനിസം. ഫീവർ എന്ന് പറഞ്ഞത് ശരിക്കും എന്താണ്? ഒരു രോഗമല്ല, ഒരു അസുഖമല്ല, പകരം ഇറ്റ്സ് എൻ ഇമ്മ്യൂൺ മെക്കാനിസം. High temperature helps phagocytes to destroy pathogens more quickly by engulfing them. അതായത് ഹൈ ടെമ്പറേച്ചർ ഉള്ളത് കൊണ്ട് ഫാഗോസൈറ്റുകൾക്ക് എന്തിന് ഹെൽപ്പ് ചെയ്യും? ഫാഗോസൈറ്റുകളെ പാത്തജൻസിനെ കൊല്ലാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ വേഗം സ്പീഡായിട്ട് അതിനെ എൻഗൾഫ് ചെയ്ത് നശിപ്പിക്കാൻ പറ്റും. ആൻഡ് ഇൻഹിബിറ്റ് ദ ഗ്രോത്ത് ഓഫ് പാത്തജൻ. പാത്തജൻസിൻ്റെ ഗ്രോത്ത് നടത്താൻ പറ്റൂല. ആൻഡ് ഇറ്റ് എൻഹാൻസസ് ഇമ്മ്യൂണിറ്റി എൻഹാൻസ് ചെയ്യും. So this is the sign that the body is fighting against the disease. നമുക്ക് എപ്പോഴെങ്കിലും പനിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ബോഡി നമ്മുടെ രോഗത്തിനെതിരെ പോരാടുകയാണ്. ഓക്കെ, ഇറ്റ് ഫൈറ്റ് അഗെയിൻസ്റ്റ് ദ ഡിസീസസ്. വൺസ് ദ ഇൻഫെക്ഷൻ ഇസ് ഗോൺ, ഇൻഫെക്ഷനൊക്കെ ക്ലിയർ ആയി കഴിഞ്ഞാൽ ദ ബോഡി ടെമ്പറേച്ചർ റിട്ടേൺസ് ടു ദ നോർമൽ ലെവൽ. അപ്പോൾ ഈ ഇൻഫെക്ഷനൊക്കെ മാറിക്കഴിഞ്ഞാൽ, പാത്തജൻസ് ഒക്കെ നശിച്ചു കഴിഞ്ഞാൽ ബോഡി ടെമ്പറേച്ചർ മെല്ലെ എന്തായിക്കോളും? സ്ലോ ഡൗൺ ചെയ്തോളും. പക്ഷേ പനി കുറേ ദിവസം അല്ലെങ്കിൽ കുറേ നേരം നീണ്ടു നിൽക്കുന്നുണ്ട് എങ്കിൽ അതും അപകടമാണ്. യു ഹാവ് ടു കൺസൾട്ട് എ ഡോക്ടർ. നിങ്ങൾ ഡോക്ടറെ കാണിച്ചേ മതിയാകും. അപ്പോൾ കുറച്ച് വീണ്ടും ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ബ്ലഡ് ക്ലോട്ടിങ് നമുക്ക് അടുത്ത ക്ലാസ് പറയാം. ഇൻഡിക്കേറ്റേഴ്സ് കൂടി നമുക്കിപ്പോൾ നോക്കാം. പൈറോജൻസ്, അതിൻ്റെ ഇമ്പോർട്ടൻസ്. പൈറോജൻസ് ആർ റിലീസ്ഡ് ബൈ WBC, ഹെൽപ്സ് ടു ഇൻക്രീസ് ദ ബോഡി ടെമ്പറേച്ചർ. WBC ആണ് റിലീസ് ചെയ്യുക. എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ബോഡി ടെമ്പറേച്ചർ കൂട്ടാൻ ഹെൽപ്പ് ചെയ്യുന്നവയാണ് പൈറോജൻസ്. സെക്കൻഡ് വൺ, ദ അഡ്വാൻറ്റേജ് ഓഫ് റൈസ് ഇൻ ബോഡി ടെമ്പറേച്ചർ. ബോഡി ടെമ്പറേച്ചർ കൂടുന്നതിലുള്ള അഡ്വാൻറ്റേജ് എന്താണ്? At elevated temperatures, phagocytes can engulf and destroy pathogens more quickly. നല്ല ടെമ്പറേച്ചർ വരുമ്പോൾ ഫാഗോസൈറ്റിന് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? പാത്തജൻസിനെ നശിപ്പിക്കാൻ പറ്റും. ഇറ്റ് ഇൻഹിബിറ്റ് ബാക്ടീരിയൽ ഗ്രോത്ത് ആൻഡ് ബൂസ്റ്റ് ഇമ്മ്യൂൺ റെസ്പോൺസ്. നമ്മുടെ ബോഡിയിലെ ബാക്ടീരിയൽ ഗ്രോത്തിനെ കുറയ്ക്കുകയും ഇമ്മ്യൂൺ സിസ്റ്റത്തെ ബൂസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഏത്? പൈറോജൻസ്. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൃത്യമായി പഠിച്ചു വെക്കണം. പനി ഒരു രോഗമല്ല, രോഗലക്ഷണം മാത്രമാണ്. ഇറ്റ്സ് ജസ്റ്റ് എ സിംറ്റം. നിങ്ങളുടെ ബോഡി ഇറ്റ്സ് ഫൈറ്റിംഗ് എഗെയിൻസ്റ്റ് ഡിസീസ് എന്ന് കാണിക്കാനുള്ള ഒരു സിംറ്റമാണ് പനി. ഓക്കെ, അപ്പോൾ പനിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ബോഡിയിലേക്ക് ഏതോ ഒരു പാത്തജൻ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലായി എന്ന് കരുതുന്നു. ഓക്കെ, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ അത് അറിയിക്കുക. നല്ലതായാലും മോശമായാലും. ഓക്കെ, നിങ്ങളുടെ കമൻസുകൾ അതേ സെൻസിൽ തന്നെ എടുക്കാൻ ടീച്ചർ ബാധ്യസ്ഥയാണ്. അതേ സെൻസിൽ തന്നെ എടുക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ചാനൽ സബ്ബാക്കാത്തവർ ഒന്ന് ചാനലിലൂടെ സബ്ബാക്കിക്കോളൂ. അതുപോലെ നമ്മുടെ റിവിഷൻ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. വളരെ ചെറിയ തുക മാത്രമേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ആ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും ആ ബാച്ച് മുന്നോട്ട് പോകുന്നത്. മാക്സിമം പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ചാപ്റ്റർ വൈസ് ആയിട്ട് തന്നെ. ഓക്കെ, യൂട്യൂബിലൂടെ തന്നെ ഇതേ പ്ലാറ്റ്ഫോമിലൂടെ ക്ലാസ്സുകൾ ഉണ്ടാകും. അതുകൂടാതെയാണ് റിവിഷൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. കുറച്ചുകൂടി എക്സ്ട്രാ പോയിന്റ്സ് നമ്മളവിടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവരുണ്ടെങ്കിൽ അതിലേക്ക് കൂടി ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം മക്കളെ. അതുവരെ goodbye.